ഫെങ്കൽ ഭീതിയിലാണ് തമിഴ്നാട്. സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിൽ ശക്തമായ മഴയിൽ വൻ നാശനഷ്ടമുണ്ടായി. ശനിയാഴ്ചയോടുകൂടി ഫെങ്കൽ ചുഴലിക്കാറ്റ് ശക്തി പ്രാപിച്ച് തമിഴ്നാട് പുതുച്ചേരി തീരം തൊടും എന്നാണ് മുന്നറിയിപ്പ്. വിമാന സർവീസുകൾ തടസ്സപ്പെടുമെന്ന് ഇൻഡിഗോയും അറിയിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ഐഷത്തുൽ ഷംനയാണ് ചേരുന്നത്. ഷംന, ഇപ്പോൾ തന്നെ വലിയ നാശം തമിഴ്നാട്ടിലുണ്ടായിരിക്കുന്നു. ഈ ചുഴലിക്കാറ്റ് തീരം തൊടുമെന്നറിയുമ്പോൾ എത്രത്തോളം ആശങ്കയിലാണ് തമിഴ്നാട്? തീർച്ചയായും അശ്വതി, തമിഴ്നാടിനെ സംബന്ധിച്ച് വലിയ ആശങ്കയാണുള്ളത്. 2000 ഏക്കർ കൃഷിഭൂമിയാണ് ഇതിനോടകം തന്നെ തമിഴ്നാട്ടിൽ വെള്ളത്തിനടിയിലായത്. ഒപ്പം തന്നെ ഒരുപാട് വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. കനത്ത മഴയാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി തമിഴ്നാടിന്റെ വിവിധ മേഖലകളിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഈ ചുഴലിക്കാറ്റ് കഴിഞ്ഞ ദിവസം തീരം തൊടുമെന്ന് മുന്നറിയിപ്പുണ്ടായിരുന്നെങ്കിൽ കൂടി കഴിഞ്ഞ 6 മണിക്കൂറുകളായി ഇത് നിശ്ചലമായി തന്നെ തുടരുകയാണ്. എന്നാൽ വരും മണിക്കൂറുകളിൽ ശക്തി പ്രാപിച്ച് നവംബർ 30 അതായത് മറ്റന്നാളോടുകൂടി ഇത് ശക്തി പ്രാപിച്ച് തമിഴ്നാട് പുതുച്ചേരി തീരം തൊടുമെന്നാണ് ഇന്ന് IMD പുറത്ത് ഇറക്കിയ മുന്നറിയിപ്പിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ജാഗ്രതയോടുകൂടിയാണ് തമിഴ്നാട് ഉള്ളത്. ഒപ്പം തന്നെ ചെന്നൈ, തൂത്തുക്കുടി, മധുര, തിരുച്ചിറപ്പള്ളി, സേലം എന്നിവിടങ്ങളിലേക്കുള്ള വിമാന സർവീസുകളെ ഇത് ബാധിക്കുമെന്ന് ഇൻഡിഗോ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിലാണിത്. ഒപ്പം തന്നെ തിരുവാരൂർ, തിരുത്തുറപ്പെട്ടി, മധുപ്പേട്ട, മയിലാടുംതുറ തുടങ്ങിയ പ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ശക്തമായ മഴയായിരുന്നു. ഈ സാഹചര്യം തുടരുമെന്ന് തന്നെയാണ് ഇപ്പോഴും അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അവധി പ്രഖ്യാപിച്ചിരുന്നു. ഇത് മഴയുടെ ഒരു ഗതി നോക്കി വീണ്ടും ഇത്തരത്തിൽ തന്നെ ശക്തമായ മഴ തുടരുകയാണെങ്കിൽ ഈ സ്കൂളുകൾക്കും കോളേജുകൾക്കും അവധി തുടരുന്ന സാഹചര്യം ഉണ്ടാകും. എന്തായാലും ഈ സ്ഥിതിഗതികൾ വിലയിരുത്തിക്കൊണ്ട് അടിയന്തര നടപടി സ്വീകരിക്കാൻ വേണ്ടി മുനിസിപ്പാലിറ്റി, അതുപോലെ ദുരന്ത നിവാരണ അതോറിറ്റി തുടങ്ങിയ മേഖലകളിലൊക്കെ വകുപ്പുകളിലേക്കൊക്കെ മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ നാവികസേനയുമായി സംയുക്തമായിട്ടായിരിക്കും ഈ ചുഴലിക്കാറ്റിനെ നേരിടാനുള്ള ഒരു നടപടി ഉണ്ടാവുക. അത്തരം മുന്നറിയിപ്പുകളും വിശദാംശങ്ങളും ഒക്കെ പുതുച്ചേരി മുഖ്യമന്ത്രി തന്നെ അറിയിച്ചിട്ടുണ്ട്. അശ്വതി, എന്തായാലും വലിയ നാശനഷ്ടമാണ് ഇതിനോടകം തന്നെ തമിഴ്നാട്ടിൽ ഉണ്ടായത്. 2000 ഏക്കറോളം കൃഷിഭൂമി നശിക്കുകയും നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. 30-ാം തീയതിയോടുകൂടി ചുഴലിക്കാറ്റ് ശക്തി പ്രാപിച്ച് തീരം തൊടുമെന്ന് തന്നെയാണ് ഇപ്പോൾ IMD മുന്നറിയിപ്പ് നൽകുന്നത്. ഐഷത്തുൽ ഷംനയാണ് വിവരങ്ങൾ നൽകിയത്.